ആരോ വിളിച്ചോണ്ടിരിക്കണം. ഹലോ. രാജേഷ് അത് അയച്ചിട്ടുണ്ടല്ലോ. ഞാൻ മെയിൽ കണ്ട ഉടൻ തന്നെ ഞാൻ അത് ഫോർവേഡ് ചെയ്തു. അതെല്ലാം ജെന്യൂനാണ്, കൊടുക്കാം. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ശരി. അതെ, ശരിക്ക് കൊടുത്തളിയ. ആർക്ക്? ശരിക്ക് രണ്ടിനും കൊടുത്തു. എന്തോന്നാളി പറയാ? പിള്ളേർക്ക് രണ്ടിനും ആവശ്യത്തിന് മൃഷ്ടാനും അടി കൊടുത്തു. എന്തിന്? എന്തു പറ്റി? എടി, ഞാൻ അവരുടെ റൂമിനടുത്തോട്ട് ഇങ്ങനെ വരികയായിരുന്നു. അപ്പൊ അകത്തുനിന്നൊരു ബഹളം കേട്ടു. എന്തോ അവര് തമ്മിൽ വഴക്കിടുന്നല്ലേ. അപ്പൊ ഞാൻ അകത്തോട്ട് കയറി ചെന്നപ്പോ ഇവര് പെട്ടെന്ന് ഒരു അഭിനയം, ഇവരങ്ങ് കെട്ടിപ്പിടിയും സ്നേഹവും. അതുവരെ ഇടിയിട്ടോണ്ടിരുന്നവരാ. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾ നാടകം കളിക്കുകയാണ്. സത്യം പറഞ്ഞ് ഞാനങ്ങ് വിശ്വസിച്ചു പോയി. അതുപോലെ ഭയങ്കര അഭിനയം. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ആ റൂമിന് വെളിയിൽ ഇങ്ങനെ മാറി കുറച്ചു നേരം നോക്കിക്കൊണ്ടിരുന്നപ്പോഴ് എനിക്ക് മനസ്സിലായി ശരിക്കും അടി കിടക്കുക. അപ്പൊ അകത്തോട്ട് കയറി ശരിക്കും രണ്ടിനും ഞാൻ കൊടുത്ത് അടിക്കൊണ്ട് ഓടിയവര്. അപ്പൊ അതാണ് രണ്ടും കൂടെ ഓടിക്കളഞ്ഞത്. എനിക്ക് രണ്ടും കൂടെ അടി ഉണ്ടാക്കുമ്പോഴല്ലേ രണ്ടെണ്ണം പൊട്ടിക്കണത് നന്നായിട്ട് തോന്നാറുണ്ട്. പക്ഷെ അതെ സമ്മതിക്കില്ലല്ലോ, പിള്ളേരെ തല്ലാൻ പാടില്ലെന്ന്. പണി ഇത് പഴയ കാലമൊന്നുമില്ല. പിള്ളേരെ അടിച്ചു പഠിപ്പിക്കാൻ നമ്മൾ അവരേതായ വഴിക്ക് പോകണം. സ്നേഹം കൊണ്ട് പറഞ്ഞ അവര് കേൾക്കും. എന്തായാലും അളിയന്റെ ഈ അഴകുഴമ്പ സ്വഭാവം കൊണ്ടാ പിള്ളേര് തോളെ കയറി ചെവി അടിക്കുന്നത്. അടി കൊടുക്കേണ്ടത് അടി കൊടുക്കണം. ഇതിനുമാതിരി റോഡ് സൈഡിലെ പിള്ളേരെ പോലെ നീ ഇവിടെ കുത്തിയിരി പിള്ളേർക്ക് അവിടെ കിടന്ന് അടി കൂടണം. ഞാൻ കൊണ്ടുപോകണം. വീണ്ടും അടി ഉണ്ടാക്കണം. പഠിക്കില്ല. ഞാൻ ഇന്ന് രണ്ടെണ്ണത്തിനെ നോക്കി. ആവശ്യത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അളിയ അടിക്കണം. അത് ശരിയാവില്ല. ഒരിക്കലും ദേഷ്യം വരാത്ത ആളാണ്. നമുക്ക് നല്ല ദേഷ്യം വന്നു തോന്നുന്നു. ഇപ്പൊ രണ്ടിടത്തിന് കിട്ടുമല്ലോ പോവാന്. എന്റെ ക്ഷമയെ പരീക്ഷിക്കല്. രണ്ടിനെ കാലുമാർത്തു നടക്കൽ അടിച്ചാൽ എന്തോന്ന് മക്കളെ ഇത്? നിങ്ങക്ക് ഒരു സഹോദര സ്നേഹമില്ലല്ലോ. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് സങ്കടം വരികയാണ്. അല്ല, അളിയൻ അവിടുന്ന് ചാടിത്തുള്ളി ഇറങ്ങുന്ന കണ്ടപ്പോ ഞാൻ കരുതി ഇവിടെ വന്ന് രണ്ടിനെ തല്ലി കൊല്ലുമെന്ന്. അല്ല മണിക്കുട്ടാ, ഇവര് ഈ അടിയും ഇടിയൊക്കെ ഇന്നും ഇന്നലെയും തുടങ്ങിയെന്നല്ല, പണ്ട് പോലെ ഉള്ളതല്ലേ. അത് തന്നെയാണ് പറഞ്ഞു വന്നത്. പണ്ട് പോലെ ഉള്ളതാണ്. നിർത്തേണ്ട കാലമായി. മുഖത്തോട് മോൻ നോക്കിയാ കീരും ബാബുവാണ്. അതെ, ഞങ്ങൾ എല്ലാവരും മാറി മാറി പറഞ്ഞിട്ടും നിങ്ങൾ നന്നായില്ല, നന്നാവൂല. ഞാൻ ഒരു കാര്യം എല്ലായിടത്തും കൂടെ പറയാം. ഇനി ഇവര് തമ്മിൽ മിണ്ടണ്ട, കാണാൻ വേണ്ട. ഇനി ഇതിലാരെങ്കിലും ഒരാൾ നമ്മളോട് കിടന്നാൽ മതി. ഇവർ ഒരുമിച്ച് കിടക്കണ്ട. അത് ഞാൻ പറയായിരിക്കായിരുന്നു. അല്ലെങ്കിൽ ഈ പാർട്ടിയിലൂടെ കിടക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ല. എനിക്ക് താല്പര്യം. ഞാൻ കാണിച്ചു ആളിയൻ ഇതെന്ത് പണിയാ കാണിച്ചത്? രണ്ടിനെ ഒന്നിപ്പിക്കാനുള്ളതിന് രണ്ടിനെ രണ്ടു വഴിക്കാക്കി വിട്ട് അവർക്ക് സന്തോഷമായി കാണും. അല്ല മണിക്കുട്ടാ, അവരകന്ന് തന്നെ നിൽക്കണം. അകന്ന് നിൽക്കുമ്പോഴേ ഉള്ളിൽ സ്നേഹം അറിയുള്ളൂ. എന്തോന്ന് അകന്ന് നിൽക്കാൻ? 2 റൂമല്ലേ മാറ്റുന്നുള്ളൂ. ഇവിടെ അടുത്ത് തന്നെയല്ലേ. ഒരു റൂമിൽ കഴിയുമ്പോഴാണ് ഇങ്ങനെ. ഇപ്പൊ നന്നാവും, നോക്കിക്കോ. എന്തോന്ന് ചെയ്യണം മാമ ഇത്? അളിയന്റെ കുഴപ്പാ. അളിയന്റെ കുഴപ്പം തന്നെ. രണ്ടിനെയും ചുമ്മാതെ ലാളിച്ച് വളർത്തേന്റെ കുഴപ്പമാ. വളർത്തുവശം അളിയാ. അട്ടി കൊടുക്കേണ്ട താടി കൊടുക്കണമായിരുന്നു കുഞ്ഞുനാളി പോലും. നീ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചക്കപ്പോത്തോലെ ആയില്ലേ രണ്ടെണ്ണം. എന്തടി നോക്കണോ? ഞാൻ നോക്കും. നിനക്കെന്തടി പഫ് ഫിഷേ? എന്റെ കൊണ്ണെടുത്ത് അകത്തുറി. വൃത്തിയോട്ടോളൂ മിണ്ടായിരുന്നെങ്കിൽ കട്ടൻ ചായ എടുത്ത് തലക്ക് അയച്ചെറിഞ്ഞേ. എന്തോ എന്റെ ഇല ഇരിപ്പുണ്ട് കട്ടൻ ചായ എടുത്ത് മോത്തെടുത്തറിയാൻ എനിക്ക് വലിയ പാടൊന്നുമില്ല. അതൊക്കെ പാടില്ല. ചെടി 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 വെന്ത് കിടക്കും. വായിൽ എന്താടി എല്ലില്ലാത്ത നാവ് മാത്രമല്ലോ. വേറെന്തോ ഇവിടെ 6 നാവിനടി എല്ലുള്ളത്. നിന്റെ നാവിന് കാണാൻ നീ പിശാചാണ്. പിശാച് ഉണ്ടടി. എന്റെ നാവിന് എല്ലുണ്ടടി. എരുമേ എരുമേ. എന്തോ ഇത്? മനമാറ്റിരുന്ന് കഴിക്കാൻ അറിയാല്ലേ രണ്ടിനും? രണ്ടും കൂടെ സംസാരിക്കാതിരുന്നാൽ
ഈ വീട്ടിൽ സ്വൈര്യം കിട്ടും. അപ്പോ ഏ? ഇവൾ എന്റെ ചേച്ചിയൊക്കെ തന്നെ ആന്ന് വെച്ചാൽ എനിക്ക് പഞ്ചപുച്ച അടക്കി നിൽക്കാനൊന്നും പറ്റൂല കേട്ടല്ല. അപ്പോ ഏ? ലോകത്ത് ഇതുപോലൊരു അനിയത്തി ആർക്കും കൊടുക്കല്ലോ എന്റെ ദൈവമേ. അപ്പോ ഏ? ഇതുപോലൊരു ചേച്ചി ലോകത്ത് ആർക്കും ഉണ്ടാവൂല. കാരണം ഇവള് ഒറ്റ പീസാ. ആടി ഞാൻ ഒറ്റ പീസ തന്നെയാടി. നീ വിടായിരുന്നു. എന്തിനാ എന്റെ പൊന്നെ, നീയൊക്കെ രണ്ടും നിന്റെ ജീവിതത്തിൽ നന്നാവും. ആ. എന്റെ റൂം എന്റെ സ്റ്റാൻഡ് എല്ലാം അങ്ങ് സ്വന്തമാക്കി വെച്ചിട്ടുണ്ട്. അവളൊരു കൂറ തുണി. ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഈ റൂമിൽ നിന്ന് അങ്ങ് മാറണം. ആശം. മാറ് മാറ് മാറ്. നീ ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് വേണം പുണ്യാകം തളിച്ച് എനിക്ക് ഇവിടെ മൊത്തം വൃത്തിയാക്കാം. എന്തേ തലേണ എടുത്തത്? എന്തിനു തലേണ എടുത്ത? ഞാൻ എടുക്കും. എന്തിന്? മത്തങ്ങ പോലെ ഇരിക്കുന്ന തലേണ നിന്റേതാണ്, ഇത് എന്റെ തലേണ. ഓഹോ, എടുത്തോ എടുത്തോ എടുത്തോ. എനിക്ക് ഒരു പ്രശ്നം. നീ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങി പോയി തന്നാ മതി. ആഹാ, എന്ത് സുഖം എന്ത് രസം. ക്ലാക് ക്ലാക് ക്ലിക്. ഇതെന്റെ കിടക്ക ബഹുവർണം. തരാടി, നിനക്ക് പിന്നെ തരാടി ഇതിനുള്ളത്. അയ്യോ അയ്യോ.